TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അവയുടെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ പ്രഗ്നൻസിയെ കുറിച്ച്, ലാക്ടേഷനെ കുറിച്ച്, ഗമീറ്റോജെനിസിസിനെ കുറിച്ച്, പാർച്ചുറിഷനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ ചാപ്റ്ററിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. എസ്പെഷ്യലി നമ്മുടെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് ആദ്യം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Reproductive health refers to healthy reproductive organs with normal functions. ഇപ്പം നമുക്കറിയാം, മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമുക്കറിയാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻ. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഓവറി എന്ന് പറയുന്ന ഓർഗൻ. ഈ ഓർഗൻസിൻ്റെയൊക്കെ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്, ഹെൽത്തി ആയിട്ട് ഇവ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇനി അത് മാത്രമാണോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള ഹെൽത്താണ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള ഹെൽത്ത് വേണം, ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത് വേണം, വൈകാരികമായിട്ടുള്ള ഹെൽത്ത് വേണം, ബിഹേവിയറൽ ആയിട്ടുള്ള ഹെൽത്ത് വേണം, സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള ഹെൽത്ത് വേണം. ഇപ്പൊ റീപ്രൊഡക്ഷന്റെ എല്ലാ മേഖലകളിലും, ശാരീരികവും മാനസികവും പെരുമാറ്റത്തിലും സാമൂഹികവുമായിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ എല്ലാ ഇൻഡിവിജ്വൽസിലും ഉണ്ടാകുക എന്നുള്ളതാണ് WHO ഡെഫിനിഷൻ പ്രകാരം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Therefore, a society with the people having physically and functionally normal reproductive organs. ഇപ്പൊ സമൂഹത്തില് ഫിസിക്കലി, ശാരീരികമായിട്ടും ഫങ്ഷണലി, പ്രവർത്തനപരമായിട്ടും നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാകുക, നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻസ് among them in all sex related aspects might be called reproductively healthy. അപ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ പാലിക്കപ്പെടണം. ഒരു ഫിസിക്കലി ഫങ്ഷണലി നോർമലായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉള്ള ഒരു സൊസൈറ്റി ആയിരിക്കണം. ആൾക്കാർക്കെല്ലാം ആ ഒരു ഹെൽത്ത് ഉണ്ടായിരിക്കണം. അവരുടെ ഇമോഷണലും ബിഹേവിയറലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കണം. എല്ലാ സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സിലും നല്ല ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിയെ നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? അതിനൊക്കെ നമ്മൾ എന്ത് സ്ട്രാറ്റജീസ് ആണ് അത് ഹെൽത്തിയാക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്? India was the first country in the world to initiate action plans and programs at a national level to attain total reproductive health as a social goal. ഇപ്പൊ ലോകരാഷ്ട്രങ്ങളില് ഇന്ത്യയാണ് ആദ്യമായിട്ട് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1951 ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാംസിനെ അന്ന് വിളിച്ച പേര് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ് എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒരു ഹെൽത്തി സൊസൈറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രോഗ്രാമാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ആ പ്രോഗ്രാം നമുക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് RCH പ്രോഗ്രാംസ് എന്നാണ്.
അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എന്നാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത്. Reproductive and child health care programs creates awareness among people about various reproduction related aspects and providing facilities and support for building up a reproductively healthy society. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊവൈഡ് ഫെസിലിറ്റീസ് and support for building up a reproductively healthy society. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഹെൽത്തി സൊസൈറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു RCH പ്രോഗ്രാംസിന്റെ ലക്ഷ്യം. ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ അവലംബിക്കുന്നത് നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റജി, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ദ യങ് സോ ആസ് ടു ഡിസ്കറേജ് ചിൽഡ്രൻ ഫ്രം ബിലീവിംഗ് ഇൻ മിത്സ് ആൻഡ് ഹാവിംഗ് മിസ്കൺസെപ്ഷൻസ്. അപ്പോൾ കേട്ടുകേൾവിയുള്ള പഴയ കാര്യങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് വരുന്ന കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ മിത്തെന്ന് വിളിക്കുന്നത്, അല്ലെ? അതൊന്നും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടാകാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ കുട്ടികൾക്ക് ഉണ്ടാകാം. അപ്പൊ അങ്ങനെ അവയെ മാറ്റി ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി. ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂളുകളിൽ തന്നെ എന്ത് കൊടുക്കുക? ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, അല്ലെ? മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. അതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അഡോളസൻസ് ആൻഡ് റിലേറ്റഡ് ചേഞ്ചസ്. അപ്പോൾ ഒരു കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, മെയിൽസിലും ഫീമെയിൽസിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു, ഫിസിക്കലായിട്ടുണ്ടാകുന്നു. അത്തരം മാറ്റങ്ങളെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളത് ഇതിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. സൗണ്ട് മാറുന്നതറിയാം, ഹെയർ ഗ്രോത്തുകൾ ബോഡിയിലും അതുപോലെ ജനൈറ്റൽ ഓർഗൻസിലും മറ്റുമൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുക എന്നുള്ളത്, മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഫീമെയിൽസിലാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുക, മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കുക, ഹെയർ ഗ്രോത്ത് ജനൈറ്റൽ ഓർഗൻസിലും മറ്റുമൊക്കെ ഉണ്ടാകുക, അതുപോലെ തന്നെ മുഖത്തും മറ്റുമൊക്കെ പിമ്പിൾസ്, മുഖക്കുരു ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ഇത്തരം ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ RCH പ്രോഗ്രാംസിന്റെ ലക്ഷ്യമാണ്. ദെൻ സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസ്. വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ സെക്ഷൽ പ്രാക്ടീസസ്. ലൈംഗിക രോഗങ്ങൾ ഒരുപാട് ഉണ്ട്. സിഫിലിസ്, ഗൊണേറിയ, എയ്ഡ്സ്, HIV ഉണ്ടാക്കുന്ന എയ്ഡ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്. അപ്പൊ അവയെക്കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ടാക്കുക. അപ്പൊ അത് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, പിക്ചറിൽ കാണുന്നത് പോലെ ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് കോണ്ടംസും മറ്റുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. STDസിനെ കുറിച്ച്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇപ്പോൾ അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. Educating fertile couples and those in marriageable age group about available birth control options. അപ്പൊ എങ്ങനെയാണ് ഒരു ബർത്ത് കൺട്രോൾ, അതായത് എന്താണ്, ഒരു കുഞ്ഞ് ജനിച്ചു, ഇനി അടുത്ത കുഞ്ഞ് ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാകണം, ആദ്യത്തെ കുഞ്ഞിന് ശരിയായിട്ടുള്ള ശിശു സംരക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തു വേണം, രണ്ട് കുട്ടികളും തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടാകണം. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അടുത്തെപ്പോൾ ഗർഭിണിയാകാം. അപ്പൊ അങ്ങനെ ഗർഭിണിയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കാം, അതിനെയാണ് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. കൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കെയർ ഓഫ് പ്രഗ്നന്റ് മദേഴ്സ്. അപ്പോൾ ഒരു
കെയറിങ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പീരീഡാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത്, നല്ല പരിചരണം കിട്ടുക എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രഗ്നൻസി പീരീഡിൽ ശ്രദ്ധിക്കേണ്ടത്, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിർബന്ധമായിട്ടും കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. പോസ്റ്റ് നേറ്റൽ കെയറിങ് ഓഫ് മദർ ആൻഡ് ചൈൽഡ്, അതായത് പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ സംരക്ഷിക്കണം, അമ്മയെ സംരക്ഷിക്കണം. അപ്പൊ അതിനൊക്കെ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് പോസ്റ്റ് നേറ്റൽ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ബ്രസ്റ്റ് ഫീഡിങ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് അമ്മയുടെ പാല് കൊടുത്ത് വളർത്തേണ്ടതിന്റെ അത്യാവശ്യകത, അതുവഴി കുഞ്ഞിന് കിട്ടുന്ന പോഷക വസ്തുക്കളും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഈ RCH പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യമാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ ചൈൽഡ്. ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ. പലപ്പോഴും പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ പല ജോലികളിൽ നിന്നും മറ്റുമൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലും ഉണ്ട്. ആ ഒരു ലിംഗ വിവേചനം തീർച്ചയായിട്ടും നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. മെയിലിനും ഫീമെയിൽസിനും, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സമൂഹത്തിൽ എല്ലാ കാര്യത്തിനും തുല്യമായിട്ടുള്ള അവസരം കൊടുക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കുക എന്നുള്ളതും നമ്മുടെ RCH പ്രോഗ്രാമിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അവയർനെസ് ഓഫ് പ്രോബ്ലംസ് ഡ്യൂ ടു അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ജനസംഖ്യ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനസംഖ്യാ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ RCH പ്രോഗ്രാംസ് വഴി അവയർനെസ് കൊടുക്കുന്നു. Then social evils like sex abuse and sex related crimes. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ മാധ്യമങ്ങള്, പത്രമാധ്യമങ്ങള് ഒക്കെ ദിവസവും നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം ക്രിമിനൽസ് സ്വഭാവത്തെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ, അല്ലെ, ഒരുപാട് സെക്സ് അബ്യൂസിനെ കുറിച്ച്, ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച്, ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച്, കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ധാരാളം നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം, അതിനെതിരെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. ആ ഒരു പ്രോഗ്രാമും അതും അവെയർ ആക്കുക എന്നുള്ളത് നമ്മുടെ RCH പ്രോഗ്രാമിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. RCH program help to provide medical assistance and care to people in reproduction related problems like pregnancy. ആവശ്യത്തിന് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, വൈദ്യസഹായം കൊടുക്കുക. കെയർ ടു പീപ്പിൾ ഇൻ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്, റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസിന് എന്ത് ചെയ്യുക, ആവശ്യത്തിന് കെയർ കൊടുക്കുക. എന്തൊക്കെയാണത്? പ്രഗ്നൻസിക്ക്, ഡെലിവറി, STDസിനെ കുറിച്ച്, അബോർഷൻസിനെ കുറിച്ച്, കൺട്രാസെപ്ഷനെ കുറിച്ച്, അതായത് ലൈംഗിക കൺട്രാസെപ്ഷനെ കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച്, മെൻസ്ട്രൽ പ്രോബ്ലംസിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുക, അതിനുള്ള ഹെൽപ്പുകൾ കൊടുക്കുക. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെതിരെയുള്ള കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. Provide information about amniocentesis, female foeticides, massive child immunization. ആംനിയോസെന്റിസിസ് എന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഉണ്ട്, ഒരു പരിശോധനാ മാർഗമുണ്ട്. അതായത് കുഞ്ഞ് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അമ്മയുടെ യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പൊ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുക്കുമ്പോൾ ആ ഫ്ലൂയിഡില് ഫീറ്റൽ സെൽസ് ഉണ്ടാവും, കുഞ്ഞിന്റെ ശരീരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാകും. ആ സെല്ലുകളെ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തി അതിന്റെ ക്രോമസോം പാറ്റേണുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റും. X ക്രോമസോം ആണോ Y ക്രോമസോം ആണോ ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്കത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി സെക്സ് ഡിറ്റർമിനേഷൻ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം വേറെയാണ് പറയാൻ നമുക്ക്
അതുപോലെ തന്നെ ഫീമെയിൽ ഫോയിറ്റിസൈഡ്സ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുക, പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുക, നശിപ്പിച്ച് കളയുക. അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ, ഒരുപാട് രോഗങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ മുതൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതും RCH പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളാണ്. എന്താണ് ആംനിയോസെന്റിസിസ് എന്ന് നമുക്ക് നോക്കാം. ഇനി ആംനിയോസെന്റിസിസ്, സം ഓഫ് ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ദ ഡെവലപ്പിംഗ് ഫീറ്റസ് ഈസ് ടേക്കൺ ടു അനലൈസ് ദ ഫീറ്റൽ സെൽസ് ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. എന്ത് ചെയ്യുന്നു, ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുമ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൽ എന്തുണ്ട്, ഫീറ്റൽ സെൽസ് ഉണ്ട്. ആ ഫീറ്റൽ സെൽസിനെ എന്ത് ചെയ്യുന്നു, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും, സെക്സ് ഡിറ്റർമിനേഷന് പറ്റും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എന്തിനാണ് ശരിക്കും ഇതിന്റെ യൂസ് എന്ന് ചോദിച്ചാൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡറുകൾ ഉണ്ടോ, എന്തെങ്കിലും ജനിതക വൈകല്യമുള്ള കുഞ്ഞാണോ ജനിക്കുന്നത്, ഇതുപോലെയുള്ള അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഈ ഡിസീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇതുപോലെയുള്ള ജനിതക രോഗങ്ങൾ ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനാണ് ആക്ച്വലി ആംനിയോസെന്റിസിസ് എന്ന് പറയുന്ന ആ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനെ എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത് കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിച്ചിട്ട് കുഞ്ഞിന് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഫീമെയിൽ ഫോയിറ്റിസൈഡ്, കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന ഒരു പരിപാടി പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. റിസർച്ച് ഓൺ വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസ് ആർ എൻകറേജ്ഡ് and supported by governmental and non-governmental agency to find out new methods and or to improve upon the existing ones. അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെന്റൽ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഏജൻസി ആയിരിക്കാം. പുതിയ പുതിയ പ്രോഗ്രാംസുകൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് നടപ്പിലാക്കുവാനും ഗവൺമെന്റ് റിസർച്ച് പ്രോഗ്രാംസുകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റിസർച്ച് പ്രോഗ്രാംസിന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു നല്ല ഒരു ടാബ്ലറ്റ് ആണ് സഹേലി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, ഒരു ഗുളിക. അപ്പൊ ഈ ഗുളിക എന്തിനാ ഉപയോഗിക്കുന്നത്, കൺട്രാസെപ്റ്റീവ് പില്ലായിട്ട് ഉപയോഗിക്കുകയാണ്, ഗർഭനിരോധന ഗുളികയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗുളിക റിസർച്ചിലൂടെ കണ്ടെത്തിയത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലക്നൌവിലെ CDRI എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. എന്താണ് ഫുൾ ഫോം? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ ലക്നൌവിലുള്ള CDRI ഗവേഷണത്തിന്റെ ഫലമായിട്ട് അവര് കണ്ടെത്തിയ ഒരു പുതിയ ഒരു ഓറൽ കൺട്രാസെപ്റ്റീവ് ആണ്, ഗുളികയാണ്, ഗുളിക രൂപത്തിലുള്ള ഒരു ഗർഭനിരോധന മാർഗമാണ് സഹേലി എന്ന് പറയുന്ന ടാബ്ലറ്റ്. ഇനി നമുക്ക് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ എന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യ ഓരോ വർഷം കഴിയുന്തോറും ക്രമാതീതമായി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ആ പോപ്പുലേഷനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക, ഒന്ന് സ്ഥിരത കൈവരുത്തുക, അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. വേൾഡ് പോപ്പുലേഷൻ, അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. Increased health facilities along with the better living conditions had an explosive impact on the growth of population. ലോകത്ത് ആരോഗ്യപരമായിട്ടുള്ള സംവിധാനങ്ങളുടെ വളർച്ച, അതുപോലെ തന്നെ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതും എല്ലാം എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാര് ഒരു ലൈഫ് എക്സിസ്റ്റൻസ്, ലൈഫ് എക്സ്പെക്ടൻസി അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുന്ന ആൾക്കാരുടെ എണ്ണം ഒത്തിരി കൂടുന്നുണ്ട്. അത് എന്തിന് കാരണമാകുന്നു? ഒരുപാട് ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ജനസംഖ്യാ വർധനവിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1900 ആണ്ടില് ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 2 ബില്യൺ ആയിരുന്നു, അതായത് 200 കോടിയായിരുന്നു. ആ ജനസംഖ്യ
ഇപ്പോ 2000 ആണ്ടായപ്പോഴത്തേക്കും 6 ബില്യൺ ആയിട്ട് മാറി. 6 ബില്യൺ 600 കോടിയിലേക്ക് എത്തി ലോക ജനസംഖ്യ. 2011 സെൻസസ് പ്രകാരം അത് 7.2 ബില്യൺ ആണ്, 720 കോടിയാണ്. ഇപ്പോഴോ 2020 എത്തിയപ്പോഴത്തേക്കും ലോക ജനസംഖ്യ 780 കോടിയായിട്ട് മാറി. 7.8 ബില്യൺ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതേ ഒരു ട്രെൻഡ് തന്നെയാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. Our population, which was approximately 350 million at the time of our independence. നമ്മുടെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 350 മില്യൺ ആയിരുന്നു. അതിപ്പോ എത്രയിലേക്ക് എത്തി? ക്ലോസ് ടു ദ ബില്യൺ മാർക്ക്ഡ് ബൈ 2000. 2000 ആണ്ടായപ്പോഴത്തേക്കും അത് 100 കോടിയിലേക്ക് എത്തി, 1 ബില്യണിലേക്ക് എത്തി. ലോക ജനസംഖ്യ 350 മില്യൺ മാത്രമായിരുന്നു ഇപ്പോ നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത്. അത് 2000 ആണ്ടായപ്പോഴത്തേക്കും 100 കോടിയിലേക്ക് എത്തി, 1 ബില്യണിലേക്ക് എത്തി. 2011 ആയപ്പോൾ അത് 120 കോടിയിലേക്ക് എത്തി, 1.2 ബില്യണിലേക്ക് എത്തി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷന്റെ അവസ്ഥ എന്താണ്? ഇറ്റ് ഈസ് 1.38 ബില്യൺ പീപ്പിൾ ഇൻ 2020. 2020 ആയപ്പോഴത്തേക്കും 138 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഇപ്പോൾ നിലവില് ലോകരാജ്യങ്ങളിൽ ജനസംഖ്യയുടെ സ്ഥാനത്ത് 2ാം സ്ഥാനത്താണ്. ചൈനയാണ് 1ാം സ്ഥാനത്ത്. ഇനി ഒരു 40 വർഷം കൂടെ കഴിയുമ്പോൾ പറയുന്നത് എന്താണ്? ഇന്ത്യ ആയിരിക്കും ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുക. അപ്പൊ അതൊരിക്കലും ഒരു നല്ല ട്രെൻഡ് അല്ല. എന്തുകൊണ്ടാ? ആ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ റീസൺസ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ, റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ്, മരണസംഖ്യയിൽ ഉണ്ടായ കുറവ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ, ആരോഗ്യ സംവിധാനങ്ങളുടെ വളർച്ചയുണ്ടായി. അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആൾക്കാർക്കുണ്ടായി. അപ്പൊ അത് കാരണം എന്ത് ചെയ്തു? മരണനിരക്ക് കുറഞ്ഞു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് MMR, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മമാര് മരിക്കുന്ന അവസ്ഥ, അതും നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അതും കുറഞ്ഞു. ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഒരു ശൈശവ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന അവസ്ഥ, അതും കുറഞ്ഞു. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസബിൾ ഏജ്, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനപരമായി പക്വത നേടുന്ന അവസ്ഥയിലേക്ക്, ആ ഒരു ഏജിലേക്ക് ആൾക്കാർ എത്തുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ്, ഡെത്ത് റേറ്റിൽ ഡിക്ലൈൻ ഉണ്ടാവുക, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ ഡിക്ലൈൻ ഉണ്ടാവുക, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ ഡിക്ലൈൻ ഉണ്ടാവുക. എന്നാൽ ഏതിലാ ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. ഇതൊക്കെ എന്തിന് ലീഡ് ചെയ്യുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. Our RCH program could bring down the population growth rate, but it was only marginal. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാംസ് വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്? പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് <2% ആണ്, 2% താഴെയാണ്. പക്ഷെ ആ ഒരു 2% താഴെയുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പോലെയുള്ള ഒരു രാജ്യത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് റേറ്റ് അല്ല. ഇതെന്തിനു കാരണമാകുന്നു? ലീഡ് ടു ആൻ അബ്സല്യൂട്ട് സ്കേഴ്സിറ്റി ഓഫ് ഈവൻ ദ ബേസിക് റിക്വയർമെന്റ്സ്. ഇപ്പൊ നമ്മുടെ ജനസംഖ്യയും നമ്മുടെ രാജ്യത്തിന്റെ വിസ്തൃതിയും നമ്മുടെ കാർഷിക വൃത്തിക്ക് ലഭിക്കുന്ന ഭൂമിയും അതുപോലെ താമസത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഈ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. ഈ ഒരു ഗ്രോത്ത് റേറ്റിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? സ്കേഴ്സിറ്റിയാണ്, ക്ഷാമമാണ്.
ഈവൻ ദ ബേസിക് റിക്വയർമെന്റ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഫുഡിന്റെ കാര്യത്തില്, ഷെൽട്ടറിന്റെ കാര്യത്തില്, താമസ സ്ഥലങ്ങളുടെ കാര്യത്തില്, വസ്ത്രത്തിന്റെ കാര്യത്തില്. രാജ്യം ഒരുപാട് മേഖലകളിൽ പുരോഗതി നേടുന്നുണ്ടെങ്കിലും ഈ ഒരു ജനസംഖ്യാ വർധനവ് ആ പുരോഗതിയെല്ലാം പിന്നോട്ടടിക്കുന്ന ഒരു രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. Therefore, the government was forced to take up serious measures to check this population growth rate. ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ടു ഓവർകം ദിസ് പ്രോബ്ലം ഈസ് ടു മോട്ടിവേറ്റ് സ്മാളർ ഫാമിലീസ് ബൈ യൂസിങ് വേരിയസ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. നേരത്തെയൊക്കെ നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിലൊക്കെ, നമ്മുടെ ഫാദറിന്റെ അല്ലെങ്കിൽ ഫാദറിന്റെ ഫാമിലിയിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു മക്കളായിട്ട്, അല്ലെ? 8, 9, 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലീസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഫാദറിന്റെ ഒക്കെ ഫാമിലി, ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ ഫാമിലി. എന്നാൽ ഇപ്പോ മിക്കവാറും ഒക്കെ ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയും, ഫാദറും മദറും, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി അല്ലെങ്കിൽ 3 കുട്ടി എന്നുള്ള ലെവലിലേക്ക് വളരെ ചെറിയ ഒരു ഫാമിലി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. മോട്ടിവേറ്റ് സ്മാളർ ഫാമിലീസ് ബൈ യൂസിങ് വേരിയസ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇപ്പൊ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പോളിസി ഏതാണ്? എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ചെറിയ കുടുംബമാണ് നല്ല കുടുംബം എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക. കൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സുകൾ, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുവാൻ എല്ലാ ഫാമിലീസിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും മറ്റുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെ? ഹം ദോ ഹമാരെ ദോ, വി ടു അവർ ടു, നാം 2 നമുക്ക് 2. ഹം ദോ ഹമാരെ ദോ, അത് ഹിന്ദിയിൽ അത് തന്നെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള സ്ലോഗൻസുകൾ മീഡിയാസ് വഴി, TV വഴിയും പത്രങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും ഒക്കെ എന്ത് ചെയ്യുക? ആൾക്കാരിലേക്ക് എത്തിച്ച് ആൾക്കാരെ ഒന്ന് ചെറിയ കുടുംബങ്ങൾക്ക് മാത്രം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. Many couples, mostly the young, urban, working ones have been adopted on one child norm. ഇപ്പൊ പല കുടുംബത്തിലുള്ള പല കപ്പിൾസും ഇപ്പൊ എന്ത് ചെയ്യാണ്? പ്രധാനമായിട്ടും അർബൻ ഫാമിലീസ്, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഇപ്പോൾ ഒരു അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പോളിസി എന്താണ്? 1 child norm, ഒരു കുഞ്ഞു മതി എന്നുള്ള നോം ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റേസിംഗ് ഓഫ് മാരേജബിൾ ഏജ് ഓഫ് ദ ഫീമെയിൽ ടു 18 years ആൻഡ് ദാറ്റ് ഓഫ് മെയിൽസ് ടു 21 years. വിവാഹപ്രായം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സും എന്നുള്ളത് നിയമപ്രകാരം നമ്മളിപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്. പണ്ടുകാലത്തൊക്കെ 13 വയസ്സിലും 14 വയസ്സിലും ഒക്കെ കുട്ടികൾ വിവാഹിതരായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു പണ്ടുകാലങ്ങളിൽ നിലവിലിരുന്നത്. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ 18 വയസ്സാകണം, ആൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ 21 വയസ്സാകണം. അപ്പൊ പല രാജ്യങ്ങളിലും നമ്മുടെ ആ ഒരു ഏജ് ഒന്ന് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. 20 വയസ്സാണ് ഇപ്പോൾ ചൈനയിലേക്ക് വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം. ചൈനയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കാൻ അവര് നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പറയുന്നത് ഒരു 40 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഓവർടേക്ക് ചൈന ഇൻ പോപ്പുലേഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ചൈനയിൽ കണ്ടോ, ചൈനയിലൊക്കെ ആണെങ്കിൽ 20 പെൺകുട്ടികളുടെ വിവാഹപ്രായം, ആൺകുട്ടികളുടെ 22. അപ്പൊ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ചൈന നോക്കൂ, ജപ്പാൻ നോക്കൂ, വികസിത രാജ്യങ്ങൾ പലതും വിവാഹപ്രായം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ കൂടുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇൻസെന്റീവ്സ് ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മാൾ ഫാമിലീസ് ആർ 2 of the other measures taken to tackle this problem. ഇപ്പോൾ ചെറിയ കുടുംബങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ, സർക്കാരിന്റെ വക സഹായങ്ങൾ കൊടുക്കുക, ഇൻസെന്റീവ്സ് കൊടുക്കുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, ചെറു കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയവും നമ്മളെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. സ്മാൾ ഫാമിലി, ഹാപ്പി ഫാമിലി. For video lessons, please subscribe TLP's biology classes. Thank you.